കൃപാസനം പത്രം ജൂൺ 2026 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ചിറയൻകീഴിൽ നിന്നുള്ള പത്മലാലിന്റെ സാക്ഷ്യം. ഉടമ്പടിയിൽ ഏറ്റവും നല്ലത് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ജോലിയൊന്നും ലഭിച്ചില്ല. എന്റെ കൂട്ടുകാർക്കെല്ലാം ജോലി ലഭിക്കുകയും അവർ ഓരോ വഴിക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ ഒരു ജോലിയും ലഭിക്കാതായപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിച്ചു. അതിനുശേഷം ഞാൻ വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോകുന്നതിന് തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് എനിക്ക് അവിടെ ഒരു ജോലി വാങ്ങിത്തരണമെന്ന് അപേക്ഷിച്ചു. അതിനുശേഷം ഞാൻ വിദേശത്ത് പോയി. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇന്റർവ്യൂ പാസ്സായി ഒരു ഡയറി കമ്പനിയിൽ ജോലി ലഭിച്ചു. അതിനുശേഷം UAE ലൈസൻസ് എടുക്കാൻ ആഗ്രഹിച്ച് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി അറ്റൻഡ് ചെയ്തു. ലൈസൻസ് ലഭിച്ചു. അതിനുശേഷം എനിക്ക് ആ കമ്പനിയിൽ ഡ്രൈവിംഗ് സെയിൽസ്മാനായി ജോലി ലഭിച്ചു. വിസിറ്റിംഗ് വിസയിൽ ജോലി അന്വേഷിച്ചു പോയ എനിക്ക് നോട്ട് ബൈ മെറിറ്റിൽ 5 മാസത്തിനുള്ളിൽ തന്നെ പ്രൊമോഷനോടെ ജോലി ലഭിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ജോളിയുടെ സാക്ഷ്യം. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന. ഒരു ജീവിത ദുരന്ത സമയത്ത് ഉടമ്പടി ഞങ്ങളെ സന്ധിച്ചത് ഇങ്ങനെയാണ്. എന്റെ ഭർത്താവ് ക്രൊയേഷ്യയിൽ പോകാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ എത്തുകയും അവിടെ പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ അതിലൊരു സ്ക്രാച്ച് കാണുകയും ഇത് ഡാമേജ് പാസ്പോർട്ട് ആണെന്നും ഇത് വെച്ച് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. 2 ദിവസം അവിടെ കൂട്ടുകാരന്റെ വീട്ടിൽ താമസിച്ചു. പാസ്പോർട്ടിൽ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ ആ ഡാമേജ് പാസ്പോർട്ട് വെച്ച് കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ക്രൊയേഷ്യക്ക് പോകുന്നതിന് സാധിച്ചു. 3 മാസത്തെ വിസയാണ് അടിച്ചിരുന്നത്. അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. നിരന്തര പ്രാർത്ഥനയുടെ ഫലമായി അവർ ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു യോഗ്യതയുമില്ലാത്ത ഒരാൾക്ക് വിസ അടിക്കുന്നതായി മാതാവ് കാണിച്ചു തരുന്നുവെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ വിസ അടിച്ചു കിട്ടി. ഇടുക്കി ശാന്തൻപാറയിൽ നിന്നുള്ള മഞ്ജുവിന്റെ സാക്ഷ്യം. എനിക്ക് ഉടമ്പടി എന്താണെന്നറിയില്ല. ഉടമ്പടി എടുത്തുകൊള്ളാം, കുഞ്ഞിനെ രക്ഷിക്കണമേ മാതാവേ എന്ന് വിളിച്ചു കരഞ്ഞപ്പോൾ സംഭവിച്ച അത്ഭുതം. എനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ച് 7 വർഷത്തിന് ശേഷം രണ്ടാമത് പ്രഗ്നന്റ് ആയെങ്കിലും 3 മാസമായപ്പോൾ അബോർഷനായി പോയി. തുടർന്നുള്ള പ്രശ്നങ്ങൾ മൂലം ഇനിയൊരു കുഞ്ഞുണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന് ഡോക്ടർമാർ 100% പറഞ്ഞു. 2 വർഷം കഴിഞ്ഞ് എന്റെ ഒരു സഹോദരൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എന്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രഗ്നന്റ് ആയെങ്കിലും സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ട്യൂബിലാണെന്നും ഉടൻ റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞു. എമർജൻസിയായി എന്നെ അഡ്മിറ്റ് ആക്കി ഓപ്പറേഷന് കയറ്റി. ഞാൻ മാതാവിനോട് ഉടമ്പടി എന്താണെന്നറിയില്ല, ഉടമ്പടി എടുത്തുകൊള്ളാം, കുഞ്ഞിനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഓപ്പറേഷന് കയറ്റിയപ്പോൾ കുഞ്ഞ് ട്യൂബിലില്ലെന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ കുട്ടി സേഫ് ആണ്, ഗർഭപാത്രത്തിൽ തന്നെ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കുഴപ്പവും കൂടാതെ പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എറണാകുളം കലൂരിൽ നിന്നുള്ള ഷേർലിയുടെ സാക്ഷ്യം. ഉടമ്പടി മെറിറ്റ് നഷ്ടപ്പെടുമ്പോഴുള്ള നമ്മുടെ ഉറപ്പുള്ള സങ്കേതം. എന്റെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഭർത്താവിന് 6 മാസത്തിനുള്ളിൽ ഒരു ജോലി ലഭിച്ചുവെങ്കിലും 2 വർഷത്തിനുള്ളിൽ അത് നഷ്ടമായി. അതിനുശേഷം ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി 1 മാസം കഴിഞ്ഞ് ഒരു ഓഫീസിൽ നിന്ന് ഇന്റർവ്യൂവിന് വിളിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി ഇന്റർവ്യൂ പാസ്സായി ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകൻ കൂടുതൽ സമയവും ഫോണിലായിരുന്നത് കൊണ്ട് എനിക്കാകെ ടെൻഷനായി. എന്റെ മകന് 80% മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി എക്സാമിന് പോയി. അതിന്റെ ഫലമായി 82% മാർക്കോടെ എക്സാം പാസ്സായി. സൗദി അറേബ്യയിൽ നിന്നുള്ള സതീഷിന്റെ സാക്ഷ്യം. കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യരുത്, ഉടമ്പടി എടുത്താൽ മതിയെന്ന്. ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്, എനിക്ക് സൗദിയിൽ ജോലി ചെയ്യുന്നതിനിടെ യൂറിൻ പോകാതായി. 6 മാസം അവിടെ ചികിത്സിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയി ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്റെ കൂട്ടുകാരൻ ആലപ്പുഴ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, ഓപ്പറേഷൻ ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു.
അന്ന് രാത്രി യൂറിൻ പോയത് ബ്ലഡും യൂറിനും കൂടിയാണ്. അതിനുശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി എന്റെ മകൾക്കും വിദേശത്ത് ജോലി ലഭിച്ചു. ആലപ്പുഴയിൽ നിന്നുള്ള ജോമോളുടെ സാക്ഷ്യം. അവർ ഡെയിലി ബ്രെഡ് സന്ദേശം വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി നടന്ന അത്ഭുതം. എനിക്ക് കുറച്ച് ബാധ്യതകളും ബുദ്ധിമുട്ടും ഉണ്ടായ സമയത്താണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അതിനുശേഷം ഞാൻ വിദേശത്ത് പോകുന്നതിനുള്ള എക്സാം എഴുതാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എക്സാം പാസ്സായി വിദേശത്ത് പോകുന്നതിന് സാധിച്ചു. കൂടാതെ എന്റെ സഹോദരൻ 8 വർഷമായി വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. മാട്രിമോണിയിൽ കൊടുക്കുകയും പല രീതിയിൽ അന്വേഷിക്കുകയും ചെയ്തെങ്കിലും ഒന്നും ശരിയായില്ല. ഞാൻ സഹോദരനോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. സഹോദരൻ ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് സന്ദേശം പറഞ്ഞു. ഞങ്ങൾ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 40 ദിവസത്തിനുള്ളിൽ സഹോദരൻ ഒരു ആലോചന വരികയും വിവാഹം നടക്കുകയും ചെയ്തു. തിരുവനന്തപുരം പുല്ലുവിളയിൽ നിന്നുള്ള സേവ്യർ ജോർജിന്റെ സാക്ഷ്യം. ഡിപ്രഷൻ, മദ്യപാനം, കടബാധ്യത, തീരാരോഗം, ജീവിത പ്രശ്നം എന്തുമാകട്ടെ ഉടമ്പടിയിൽ ഉറപ്പുള്ള പരിഹാരമുണ്ട്. എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ബാംഗ്ലൂരിൽ നഴ്സിംഗിന് പഠിക്കുന്ന എന്റെ മകൾ ഡിപ്രഷൻ അടിച്ച് തിരിച്ചു വരികയും ഒരു അയൽവാസി വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി മകൾക്ക് മാറ്റം വരികയും ഒരു മദ്യപാനിയായിരുന്ന ഞാൻ അതിനുശേഷം ഇന്നുവരെ മദ്യം ഉപയോഗിച്ചിട്ടില്ല. കൂടാതെ എന്റെ ഭവനത്തിന്റെ പണി 10 വർഷമായി പൂർത്തീകരിക്കാൻ സാധിക്കാതെ കിടക്കുകയായിരുന്നു. ഭവനം പണി പൂർത്തിയാക്കാൻ പല സംഘടനകളോടും അപേക്ഷിച്ചുവെങ്കിലും ഒരു സഹായവും ലഭിച്ചില്ല. ഭാര്യ മരിച്ച ശേഷം ഞാൻ ഒരു രോഗിയായി തീർന്നു. എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു സംഘടന വഴി എനിക്ക് കുറച്ച് തുക ലഭിക്കുകയും എന്റെ ഭവനം പണി പൂർത്തിയാക്കാനും സാധിച്ചു. അതുപോലെ എന്റെ 2 കാലിനും വേരിക്കോസ് വെയിൻ വന്ന് 7 വർഷത്തോളം പല ഹോസ്പിറ്റലുകളിലും പോയെങ്കിലും അസുഖം മാറിയില്ല. 10 ലക്ഷം രൂപ സർജറിക്ക് വേണ്ടി പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. പുന്നപ്രയിൽ നിന്നുള്ള അഞ്ജലിയുടെ സാക്ഷ്യം. നിന്റെ ആഗ്രഹങ്ങൾ നീ മറന്നാലും ഉടമ്പടിയിൽ ഏൽപ്പിച്ചതൊന്നും മാതാവ് മറക്കില്ല. ഞാൻ 2025 സൗദിയിൽ ജോലിക്ക് പോകുന്നതിന് വേണ്ടി പ്രോമെട്രിക് എക്സാം എഴുതുന്നതിന് മുമ്പ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എക്സാമിന് പോയപ്പോൾ കാശ് രൂപവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ഹാളിലേക്ക് കയറിയപ്പോൾ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അറിയാത്തതാണെങ്കിൽ സ്ക്രീനിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ഇനി ഒരു എക്സാം എഴുതാൻ ഇടയാക്കരുതെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് എക്സാം എഴുതിയത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നിന്റെയും ഇന്റർവ്യൂ ഡേറ്റോ ഷോർട്ട് ലിസ്റ്റോ ഒന്നും വന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതായപ്പോൾ ആ ആഗ്രഹം മറന്നു പോകണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ പ്രൈവറ്റിന് അപ്ലൈ ചെയ്ത് കാത്തിരുന്നിട്ടും ജോലി ശരിയായില്ല. ഞാൻ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിച്ചു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള ആഷ്ലിയുടെ സാക്ഷ്യം. ജോസഫ് അച്ഛൻ അൾത്താരയിൽ നിന്ന് കൈമാറിയ സന്ദേശം വിശ്വസിച്ചപ്പോൾ സംഭവിച്ചത്. എനിക്ക് മാനേജർ ലെവലിലുള്ള ജോലി കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 5 കമ്പനികളിൽ നിന്ന് മാനേജർ ജോലിക്കുള്ള കോൾ വരികയും ഷാർജയിൽ ഒരു കമ്പനിയിൽ HR മാനേജറായി ജോലിക്ക് കയറുകയും ചെയ്തു. കൂടാതെ 2 വർഷമായി വിവാഹാലോചനകൾ ഉണ്ടെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആരാധനയുടെ സമയത്ത് വിവാഹം താമസിക്കുന്നവർക്ക് 40 ദിവസത്തിനുള്ളിൽ ശരിയാകുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എന്റെ വിവാഹം നടന്നു.